മേയറുടെ തന്നെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നത് നമ്മൾ ഭരണഘടനയ്ക്കും മുനിസിപ്പാലിറ്റി ആക്ടിനുമൊക്കെ വിരുദ്ധമായി നമ്മൾ അഭിപ്രായം പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാം. 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 കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ട ഒരു പ്രശ്നമാണ്. ഇവിടുത്തെ നഗരവാസികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. അതാദ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിൽ വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥർ വാൽവുകൾ അടച്ചിട്ടു എന്നുള്ള ആരോപണം ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട്. അതുകൂടാതെ ചില സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത് ജനങ്ങൾ വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമത്തിന് ഇരയാക്കപ്പെടുന്നു എന്നുള്ളതാണ്. നിലവിലിപ്പോൾ നഗരസഭയിൽ കൗൺസിൽ യോഗം നടക്കുകയാണ്. ഈ കൗൺസിൽ യോഗത്തിൽ CPMന്റെ കൗൺസിലറായ SP ദീപക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുകയാണ്. നമ്മളിവിടുത്തെ കുടിവെള്ള പ്രശ്നം, അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം നമ്മുടെ നഗരസഭാ പ്രദേശത്ത് നിലനിൽക്കുകയാണ്. ആ കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാതെ, ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. അതിനോട് അനുബന്ധിച്ച് തന്നെ ഇപ്പോൾ വൈദ്യുതി വിളക്ക് കത്തുന്ന പ്രശ്നം നിൽക്കുകയാണ്. അതിനെ തുടർന്നിട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. നമ്മളെ ഈ നഗരസഭയ്ക്കകത്ത് തന്നെ മേയറുടെ തന്നെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നത് നമ്മൾ ഭരണഘടനയ്ക്കും മുനിസിപ്പാലിറ്റി ആക്ടിനുമൊക്കെ വിരുദ്ധമായി നമ്മൾ അഭിപ്രായം പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, മേയർ തന്നെ ചോദിക്കുകയാണ്, ബില്ലടയ്ക്കുന്നത് എവിടെയാണ്? അത് വാട്ടർ അതോറിറ്റിയിലല്ലേ ബില്ലടയ്ക്കുന്നത്? ആ അതോറിറ്റി അല്ലേ ആ അതോറിറ്റി എന്ന് പറയുന്നത്? വെള്ളം അവിടെ പോയി ചോദിക്കണമെന്ന് പറയുന്നത് ഈ വിഷയം ഞാൻ പറയട്ടെ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. അങ്ങ് പറഞ്ഞ മനസ്സിലായി. നമുക്ക് അജണ്ട കഴിഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയം തന്നെ എടുക്കാം. അതാണ് പ്രമേയം പെട്ടെന്ന് അവസാനിപ്പിച്ചത്. അജണ്ട കുറച്ച് അജണ്ടയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എത്ര സമയം വേണമെങ്കിൽ ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങ് പറഞ്ഞ എല്ലാ വിഷയവും ചർച്ച ചെയ്യാം. അല്ല, ഞാൻ പറയട്ടെ, അജണ്ടക്കകത്ത് അജണ്ട വളരെ കുറച്ച് അജണ്ട സാധാരണ ഫോർമാലിറ്റിക്ക് വേണ്ടി നടത്തുന്ന അജണ്ട മാത്രമല്ലേ ഉള്ളൂ. ശ്രീകുമാർജി, അല്ല, നിങ്ങൾ ഈ നഗരത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഏതെങ്കിലും ഒരു അതായത് LDF എന്നോ BJP എന്നോ ഉള്ള വ്യത്യാസമല്ല. ഞാൻ പറയുന്നത് ഈ നഗരത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് അജണ്ട എന്ന് പറയുന്ന അജണ്ടയിൽ കാര്യമായി ഒന്നുമില്ല. പറയട്ടെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിഷയത്തിന് പ്രാമുഖ്യം കൊടുക്ക്. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. അതായത് പ്രമേയം തന്നെ പെട്ടെന്ന് ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. പെട്ടെന്ന് ചുരുക്കി നമുക്ക് പാർലമെന്ററി പാർട്ടി ലീഡർ ഉന്നയിച്ച ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ്. ഞങ്ങൾ ആരും അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. അജണ്ടയിലുള്ള കാര്യങ്ങൾ, അജണ്ടയേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാം പ്രധാനമുള്ളതാണ്. ഞാൻ പറയാം, അതുപോലെ തന്നെ എല്ലാം പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. കുടിവെള്ളത്തിന്റെ വിഷയമുണ്ട്, തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ ചർച്ച ചെയ്യണം. തെരുവ് വിളക്കിന്റെ വിഷയമുണ്ട്, ചർച്ച ചെയ്യില്ലെന്നല്ല, ചർച്ച ചെയ്യാം. തെരുവ് നായയുടെ വിഷയമുണ്ട്, എല്ലാം ചർച്ച ചെയ്യാം. അത് ചർച്ച ചെയ്തുകൊണ്ടുള്ള അത് കഴിഞ്ഞിട്ട് അജണ്ടയിലേക്ക് കിടക്കാം. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. അങ്ങനെ ആ നിലയ്ക്ക് ശരി, ഓക്കെ. ബഹുമാനപ്പെട്ട മേയർ തന്നെ ഒരു കാര്യം ചെയ്യാം. കുടിവെള്ളത്തിന്റെ സംസാരിച്ചപ്പോ പ്രശ്നം ചർച്ച ചെയ്യാം. വിഷയം സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞത് കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാം. കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാം. അങ്ങനെയല്ലേ പറഞ്ഞത്? ചർച്ച ചെയ്യാന്നേ. വാട്ടർ അതോറിറ്റിയിൽ എവിടെയാണോ കാശടയ്ക്കുന്നത്? കുടിവെള്ള പ്രശ്നം അങ്ങനെ ഒരു പ്രയോഗം നിങ്ങൾ നടത്താൻ പാടുണ്ടോ? അങ്ങ് ചർച്ചയാണോ ഉദ്ദേശിക്കുന്നത്, സമരമാണോ ഉദ്ദേശിക്കുന്നത്? എവിടെയാണോ കാശടയ്ക്കുന്ന സ്ഥലത്ത് എന്ന് പരാതിപ്പെടാൻ പറയുന്നു. കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാം. ഈ സഭയോട് പരത്തുന്ന ദീപക് ചർച്ച തുറന്നോളൂ. ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ദീപക് സംസാരിച്ചോളൂ. ബാൻഡൊക്കെ പിടിച്ചോളൂ. ബാൻഡർ ഫ്ലക്സ് ഒക്കെ പിടിച്ചോളൂ. ദീപക് സംസാരിച്ചോളൂ. അതായത് ദീപക്
അങ്ങ് സംസാരിച്ചോളൂ. കുടിവെള്ള പ്രശ്നം ദീപ സംസാരിക്കൂ. ആ ചർച്ച അനുവദിക്കുകയല്ലേ? ചർച്ച അനുവദിക്കുകയാണല്ലോ. കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായി ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഭൂമിക്ക് അടിയിലോട്ട് ഒരുപാട് പൈപ്പുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് ഒരുപാട് വെള്ളം ലീക്കാവുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. കഴിഞ്ഞ 18 മാസം കരാറുകാർക്ക് ബില്ല് കൊടുക്കാത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. 18 മാസം അങ്ങ് തുറന്നോളൂ ചർച്ച. അതിലേക്ക് പോവാം. കുടിവെള്ള പ്രശ്നത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മേയർ അനുവാദം നൽകിയത് തന്നെ ഞാൻ അംഗീകരിക്കുകയാണ്. വളരെ 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 അങ്ങനെ ഒരു ജനാധിപത്യപരമായിട്ട് ഒരു കുടിവെള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു കോർപ്പറേഷന്റെ കൗൺസിൽ മാറണമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ട ഒരു പ്രശ്നമാണ് നമ്മുടെ നഗരത്തിലെ കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത്. ആരെങ്കിലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറ്റം ആരോപിച്ചിട്ട് കാര്യമില്ല. അത് ബഹുമാനപ്പെട്ട മേയർ ആദ്യം മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്. അതിന് ആധാരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മേയർ തന്നെ നടത്തിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോഴത്തേക്ക് ഒരു നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട മേയർ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വേണം ആ സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്താനായിട്ട്. വാട്ടർ അതോറിറ്റിയിലേക്കാണ് ബില്ലടയ്ക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്ന എന്തിനാ നിങ്ങൾ വാട്ടർ അതോറിറ്റിയിലേക്ക് ചോദിക്കൂ എന്നുള്ളതാണ്. ഇവിടെ ചോദിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചിട്ടില്ല. വാട്ടർ അതോറിറ്റിയിലെ ബില്ലടയ്ക്കുന്ന ചോദിച്ചിട്ട് സ്വാഭാവികമല്ലേ? മേയർ ഞാന് പറയാത്ത കാര്യങ്ങൾ പറയരുത്. അങ്ങക്ക് ദീപക് അങ്ങക്ക് ഇവിടെ ചോദിക്കുന്നത് എന്തിനെന്ന് ഞാൻ ചോദിച്ചാൽ അങ്ങ് കേൾപ്പിക്കാമോ? ഇവിടെ വാട്ടർ അതോറിറ്റിയിലെ ബില്ലടയ്ക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശരിയല്ലേ? അത് വസ്തുതയല്ലേ? ഒരു മേയർ പറയാത്ത കാര്യങ്ങൾ ഒരു കൗൺസിൽ പാർട്ടി ലീഡർ തന്നെ പറയുമ്പോഴേക്കും അതിനെ തിരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങ് തുറന്നോളൂ. ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം പറയുമ്പോൾ തെറ്റായ വസ്തുത പറയരുത്. ഞാൻ ചർച്ച ചെയ്ത ഒരു തിരുത്തലും അങ്ങേക്ക് പറയാം. ഞാൻ ചർച്ച ചെയ്ത അങ്ങേക്ക് പറയാമോ? എന്തെങ്കിലും നിങ്ങൾ ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ ഇവിടെ ചോദിക്കാം. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് പറയാം. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങൾ ഇവിടെ പറയുന്നത് എന്തിനാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചർച്ച എന്റെ ഫോണിനകത്തുണ്ട്, വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കും. ഞാൻ കേൾപ്പിക്കുന്നതിനകത്ത് പ്രശ്നമില്ല. അതല്ല ദീപ ഒന്ന് കേൾപ്പിക്കൂ. ഒന്ന് സംസാരിക്കാൻ അതായത് അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം പറയരുത്. പറഞ്ഞോളൂ. ഇത് പറയുമ്പോഴത്തേക്ക് ഒന്ന് പറയാൻ അനുവദിക്കൂ. നമ്മളൊരു വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ വിഷയം സംബന്ധിച്ചുള്ള ചർച്ച. ഇത് ജനങ്ങളെ ബാധിക്കുന്ന, ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കുടിവെള്ളം കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ചർച്ച ചെയ്യാൻ അനുവദിക്കുക. നമ്മൾ ഈ കോർപ്പറേഷന്റെ അധികാരം ഈ പറയുന്ന കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിനകത്ത് ഇല്ലാന്ന് ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് നമുക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഒറ്റ ഉത്തരവാദിത്വമുള്ള ഇവിടുത്തെ നഗരവാസികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. അതാദ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അതിൽ നിന്ന് ആർക്കും ഓടി മറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. നമ്മുടെ രാജ്യത്തിനകത്ത് കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിയമനിർമ്മാണം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആർട്ടിക്കിൾ 21 ഈ കുടിവെള്ളത്തെ സംബന്ധിച്ച് പറയുന്നത്. അതല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ പറയുന്നത് അങ്ങോട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് റൈറ്റ് ടു ക്ലീൻ ആൻഡ് സഫീഷ്യന്റ് വാട്ടർ എന്ന് പറയുന്നത് ഒരാളുടെ ഒരു അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് എ റൈറ്റ് ടു ഡീസന്റ് ആൻഡ് വെൽ ലൈഫ് എന്നുള്ളത്, ടു റൈറ്റ് ടു ലിവ് എന്നുള്ളത് പറയുന്നുണ്ട്. വിത്ത് ഡിഗ്നിറ്റി ആൻഡ് വിത്ത് പീസ്, സമാധാനത്തോടുകൂടി കുടിവെള്ളം എത്ര വേണമെങ്കിലും കുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. അത് മനുഷ്യർക്ക് മാത്രമല്ല പറയുന്നത്, അടുത്ത ഭാഗം കൂടെ പറയുന്നുണ്ട്. ആൻഡ് എ റൈറ്റ് ടു ഹ്യൂമൻ ആൻഡ് ഹെൽത്തി എൻവയോൺമെന്റൽ which could certainly imply a right to water to all members of the society to be is a human or animal എന്നാണ് പറയുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്കും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്വം ഈ നഗരസഭയ്ക്കുണ്ട് എന്നുള്ളത് താങ്കൾ ഈ ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ഈ നഗരസഭയ്ക്കകത്തുള്ള ജീവനക്കാരും മനസ്സിലാക്കുക എന്നുള്ളതാണ്.
നമ്മുടെ റൈറ്റ് ടു വാട്ടർ എന്ന് പറയുന്നത് ഒരു വകുപ്പ് തന്നെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ നിയമനിർമ്മാണത്തിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി എത്ര പ്രാവശ്യം കോടതികൾ ഇടപെട്ടിട്ടുണ്ട് താങ്കൾക്ക് അറിയാമെന്നുള്ളതറിയില്ല. 2026 നമ്മുടെ കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതി തന്നെ അപ്പീൽ കമ്മിറ്റിക്കകത്ത് പറയുന്നത് നമ്മുടെ കൊച്ചിയിൽ നടന്നിട്ടുള്ള കൊച്ചി മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും സംബന്ധിച്ച് നടന്നിട്ടുള്ള കേസിനകത്ത് പറയുന്നുണ്ട് എന്താണ്, വേർ ദി കോർട്ട് ഡയറക്റ്റഡ് അതോറിറ്റി ടു എൻഷുർ കണ്ടിന്യൂസ് ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈ ഹോൾഡിംഗ് ദി അസസ് ടു വാട്ടർ ഈസ് എ പാർട്ട് ഓഫ് ആർട്ടിക്കിൾ 21 എന്നുള്ളത് ഈ പറയുന്ന 26 ജഡ്ജ്മെന്റ് ഹൈക്കോടതിക്കകത്തുള്ള ജഡ്ജ്മെന്റിനകത്ത് തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. 2026 കേസിനകത്ത് എന്താണ് കോടതി നിരീക്ഷിച്ചതിനകത്ത് പറയുന്നുണ്ട്, കോർട്ട് ക്യാൻ ഇഷ്യൂ മാൻഡമസ് ഫോർ വാട്ടർ സപ്ലൈ എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആ ജഡ്ജ്മെന്റിനകത്ത് പറയുന്നത് മാൻഡേറ്ററി ഡ്യൂട്ടീസ് ഓഫ് ദി ലോക്കൽ ബോഡീസ് എന്നുള്ളതാണ് ആ കേസിനകത്ത് തന്നെ പറയുന്നത്. അത് നാട്ടിലെ നിയമമാണ്. അതിൽ നിന്ന് നമുക്ക് മറികടന്ന് ഓടാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമല്ല. വിവാദമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഈ കുടിവെള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബോംബെ ഹൈക്കോടതി ഇതിനകത്തൊരു വിധി 2015 വന്നിട്ടുണ്ട്. അവിടുത്തെ ചേരി പ്രദേശത്ത് ഇല്ലീഗലായി താമസിക്കുന്ന ആളുകൾക്ക് വെള്ളം കട്ട് ചെയ്ത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത് പറഞ്ഞ് ബോംബെ ഹൈക്കോടതിയുടെ മുമ്പിൽ വന്ന് അപ്പോൾ കോടതി പറഞ്ഞത് എന്താണ്, അവിടെ ഇല്ലീഗലായിട്ടുള്ള ഓക്യുപ്പേഷൻ ഉണ്ടെങ്കിൽ പോലും ഓക്യുപ്പൻസി ഉണ്ടെങ്കിൽ പോലും അവർക്ക് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഉണ്ട്. റൈറ്റ് ടു വാട്ടർ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്, അത് കൊടുത്തേ കഴിയുമെന്നുള്ളത് പറയുന്നുണ്ട്. അത് നിരന്തരമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. വാട്ടർ അതോറിറ്റിക്ക് ഇതിനകത്ത് എന്താണ് റോള്? അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ചോദ്യം ചോദിച്ചു എന്നോട്, വാട്ടർ അതോറിറ്റിക്ക് എന്താണ് റോൾ പറയട്ടെ, വാട്ടർ അതോറിറ്റിക്ക് എന്താണ് റോൾ എന്നുള്ളത് എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ. ഇതിനകത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ വെള്ളത്തിനുള്ള അവകാശം. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, അതോടെ അപ്പൊ അങ്ങ് പറയുന്ന വാട്ടർ അതോറിറ്റിക്ക് വെള്ളം കൊടുക്കുന്നതിൽ ഒരു റോളും ഇല്ല. ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ അതിന്റെ മറുപടി അതിനകത്തുണ്ട്. അതില് പ്രധാനമായിട്ട് ആർട്ടിക്കിൾ 24 ഇതൊന്ന് കേൾക്കാനായിട്ടുള്ള ഒരു കാര്യമെങ്കിലും ചെയ്യും. അല്ലല്ല, അതിനെ തടസ്സപ്പെടുത്തരുത്. അദ്ദേഹം പറയട്ടെ. 243 ശബരിനാഥ് അദ്ദേഹം പറഞ്ഞ വാട്ടർ അതോറിറ്റിക്ക് വെള്ളം കൊടുക്കുന്നത് എന്താണ് റോളെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പാർലമെന്ററി പാർട്ടി ലീഡറല്ലേ, അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. തയ്യാറായി വന്നത് എല്ലാം കംപ്ലീറ്റ് ചെയ്യട്ടെ, പറയൂ. ഇതിനകത്ത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ 241W സെക്ഷൻ 12 ഷെഡ്യൂൾ അനുസരിച്ച് 5ാമത്തെ ഭാഗം നിങ്ങളൊന്ന് നോക്കണം. ആ ഭാഗത്തിനകത്ത് പറയുന്നുണ്ട്. എന്നാൽ 5ാമത്തെ ഭാഗം പറയുന്നത് വാട്ടർ സപ്ലൈ ഫോർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ആൻഡ് കമേഴ്ഷ്യൽ പർപ്പസ്. അത് പറയുന്നുണ്ട്, ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. 1994 ഇതിന് ശേഷം നമ്മുടെ ഈ അമെൻമെന്റിനകത്ത് മാറ്റം വന്നു. സെക്ഷൻ 30 അനുസരിച്ചുള്ള അമെൻമെന്റ് ഇതിനകത്ത് മാറ്റം വന്നു. നഗരസഭ പിന്നെ ഇതിനകത്ത് 73, 74 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം നഗരസഭയ്ക്ക് നൽകിയിട്ടുള്ളതാണ്. അതിനകത്ത് 94 സെക്ഷൻ 30 അനുസരിച്ച് ഈ പറയുന്നത് പോലെ തന്നെ വെള്ളത്തിന്റെ മുഴുവൻ കൺട്രോൾ എന്ന് പറയുന്നത് ലോക്കൽ ബോഡീസ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി സെക്ഷൻ 315 പറയുന്നുണ്ട്. ആ സെക്ഷൻ പറയുന്നത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ലോക്കൽ ബോഡീസ് ആണ്, ഈ പറയുന്ന കോർപ്പറേഷനാണ്, മറ്റാർക്കും ഉള്ളതല്ല. ഇനി 317 പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? വാട്ടർ അതോറിറ്റിക്കാർ ഇത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചെയ്യാതെ ഇരിക്കുന്ന വാട്ടർ അതോറിറ്റിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വകുപ്പ് അനുസരിച്ച് സെക്ഷൻ 317 അനുസരിച്ച് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നഗരസഭ, അത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഈ പറയുന്ന വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റർ മാത്രമാണ്, ഒരു ഏജൻസി മാത്രമാണ്. ആ ഏജൻസിക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർവീസ് ചാർജ് മാത്രമാണ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കുന്നത്. അതല്ലാതെ നമ്മുടെ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ചോദിച്ചതുപോലെ ഈ നിയമത്തിനനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 21 എടുത്തു നോക്കിയാലും 244 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു നോക്കിയാലും അതിനുശേഷം വന്നിട്ടുള്ള ഈ പറയുന്ന 73, 74 അമെൻമെന്റ് വന്ന് നോക്കിയാലും അതിനുശേഷം ഇത് പറയുന്ന ഈ നമ്മുടെ ലോക്കൽ ബോഡീസിന് ഈ വാട്ടറിന്റെ മുഴുവൻ കൺട്രോൾ പറയുന്ന 315 സെക്ഷൻ എടുത്തു നോക്കിയാലും അതിനുശേഷം 317 വാട്ടർ അതോറിറ്റിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നത് നമ്മളെ മുനിസിപ്പാലിറ്റി ആക്ട് ഇപ്പോൾ കിട്ടിയാൽ ഞാൻ ആ പേജ് മറിച്ച് കാണിച്ചു തരാം എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് വെള്ളത്തിന്റെ മുഴുവൻ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ വകുപ്പുകളെല്ലാം നിലനിൽക്കുന്ന അടിസ്ഥാനത്തിൽ ഇത് കൊടുക്കാനുള്ള ബാധ്യത ഈ നമ്മുടെ നഗരസഭയ്ക്കുണ്ട്.
ഇതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. കേവലം ബില്ലടയ്ക്കുന്നത് കൊണ്ട് ആ ബില്ലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതെല്ലാം ഈ പറയുന്ന വാട്ടർ അതോറിറ്റിക്കാരാണ് ഇത് കൊടുക്കണമെന്ന് പറയുന്നതിനകത്ത് എന്താണ് ഞാൻ പറയുന്നില്ല, അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരിക്കലും നമ്മുടെ പോലെ ഒരു നഗരപിതാവിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നഗരസഭയ്ക്കകത്ത് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫർട്ടുകൾ എടുത്തിരുന്നു. ഇപ്പോ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബാധ്യതയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ എന്താ ചെയ്യേണ്ടത്? കോർപ്പറേഷൻ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം. ഒരു സംശയം ചോദിച്ചോട്ടെ ദീപക്? അല്ല, അങ്ങ് ഒരുപാട് നേരമല്ലേ, ഞാനൊരു സംശയം അങ്ങിങ്ങനെ ഞാൻ പറയാം. അങ്ങിങ്ങനെ എസ് പറയും പോലെ 5-6 പേജങ്ങൾ വായിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, സിമ്പിൾ. അങ്ങക്ക് തന്നെ അറിയാം, 1000 ലിറ്റർ വെള്ളം അരുവിക്കരയിൽ നിന്നാൽ 600 ലിറ്റർ തിരുവനന്തപുരത്തെത്തുള്ളൂ. ഈ ലീക്കേജ് തീർക്കാൻ വേണ്ടി നഗരസഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനും കൂടെ പറയണം, ഭരണഘടനാപരമായിട്ട് മറുപടി പറയണം. ഇതിനകത്ത് പറയണം. അല്ല, ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിലാണ് കോർപ്പറേഷന്റെ ആ ഉത്തരവാദിത്തം പറഞ്ഞിരിക്കുന്നത്? ആക്ട് ഞാൻ തരാം. അതിൽ ലീക്കേജ് തീർക്കാൻ വേണ്ടി ഈ ആക്ടിൽ എവിടെ പറഞ്ഞിട്ടുണ്ട് കോർപ്പറേഷൻ ഇടപെടാനുള്ള അധികാരം? ഏത് ചട്ടം അനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യാം? അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പറയണം. മനസ്സിലായോ? അപ്പൊ ഈ എന്റെ ഉത്തരം അങ്ങ് ചുരുക്കിയാൽ ശബരിനാഥനും പാപ്പനും കൂടെ ശരിക്കും പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള അങ്ങേക്ക് എത്ര സമയം കൂടെ വേണ്ടി വരും? എനിക്കൊരു 15 മിനിറ്റ്. എത്ര? 15 മിനിറ്റ്. അദ്ദേഹം 15 മിനിറ്റാണ് ഇനിയും ചോദിക്കുന്നത്. അതല്ല, അതായത് ഞാൻ പറയാം, ഒരു മിനിറ്റ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് അങ്ങ് ചോദിക്കുന്ന ഞാനൊരു കാര്യം പറയാം. ഉത്തരം എന്ന് മറ്റുള്ളവർക്ക് സംസാരിക്കണ്ടേ? ഞാൻ പറഞ്ഞു. അതായത് 50 അംഗങ്ങളുള്ള കക്ഷിയും 20 അംഗങ്ങളുള്ള കക്ഷിയും ഉണ്ട് ഇവിടെ, അവർക്ക് സംസാരിക്കണ്ടേ? ഇതിനകത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാനിപ്പോ മേയർ അദ്ദേഹം ചുരുക്കം, ശബരിനാഥ് അദ്ദേഹം ചുരുക്കം. ഞാൻ പറയാം, ഒരു 5 മിനിറ്റ്. ബഹുമാനപ്പെട്ട SP ദീപക് 5 മിനിറ്റ്. ബഹുമാനപ്പെട്ട ദീപക് 5 മിനിറ്റ്. ഒന്നെങ്കിൽ ഈ ബഹുമാനപ്പെട്ട മേയർ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. കൗൺസിലർ ഇരിക്കൂ, ചെയർമാൻ ഇരിക്കൂ. അങ്ങ് 5 മിനിറ്റ് ഉണ്ടോ ചുരുക്കണം, അവർക്കൊക്കെ സംസാരിക്കണ്ടേ? ഇരിക്കൂ. ബഹുമാനപ്പെട്ട വെള്ളത്തിന്റെ പ്രശ്നം പറയുമ്പോ ഉദയ എങ്ങനെയാണെന്ന് മോശമല്ലേ? ഇരിക്കൂ അവിടെ, അവിടെ ഇരിക്കൂ. ഇത് ചെണ്ടകന്റെ ഉദയൻ അവിടെ ഇരിക്കും. ദീപക് കണ്ടിന്യൂ ചെയ്തോളൂ. അവിടെ ഇരിക്കും ദീപക്. 5 മിനിറ്റ് നിർത്തണം. അവിടെ ഇരിക്കൂ. ചെമ്പഴന്തി ഉദയൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ ഇതിനകത്ത് കൺക്ലൂഷനകത്ത് പറയുന്നുണ്ട്. അത് പറയുന്നതിന് സമ്മതിച്ചാലല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റും. പറയണം. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയാണ്. ഈ പറയുന്ന വാട്ടർ നമുക്ക് വെള്ളം നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം കോർപ്പറേഷനാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ചേ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ മേയർ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിന്റെ ലീക്കേജ്, പൈപ്പ് അകത്ത് പൊട്ടുന്നത് തുടങ്ങിയിട്ടുള്ള, പ്രഷർ കൂടുമ്പോൾ കുറയുമ്പോൾ തുടങ്ങിയിട്ടുള്ള, പഴയ കാലത്ത് നടത്തിയിട്ടുള്ള പൈപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ആ പ്രശ്നങ്ങൾ പഠിച്ച് നമ്മൾ കോർപ്പറേഷനിലെ അഡ്രസ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് കോർപ്പറേഷന്റെ പണം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പറയുന്ന നാട്ടിൽ വെള്ളം എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്കാണെന്നുള്ളത് കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമല്ലേ? ഈ വെള്ളം എത്തിച്ചു കൊടുക്കാൻ ശരിയല്ല. ഇത് ഒന്നുമല്ല. വെള്ളത്തിന്റെ പ്രശ്നം സംസാരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ സംസാരിക്കുമ്പോൾ എന്തായാലും ഈ കൗൺസിൽ യോഗത്തിൽ വലിയ വാക്കേറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മേയർ എടുത്തു പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലമാണ്, അല്ലെങ്കിൽ വെള്ളത്തിൽ രാഷ്ട്രീയം കലർത്തിയത് മൂലമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ജലക്ഷാമം എല്ലാം തന്നെ അനുഭവപ്പെടുന്നത്. വാട്ടർ അതോറിറ്റി CPMന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മേയർ എടുത്തു പറയുന്നത്. അതേസമയം തന്നെ BJP നഗരസഭ പിടിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഘട്ടം മുതലാണ് ഇത്തരത്തിൽ നഗരസഭാ പരിധിക്കുള്ളിൽ വലിയ രീതിയിൽ ജലക്ഷാമം അനുഭവപ്പെടുന്നത് എന്നാണ് CPMന്റെ കൗൺസിലറായ SP ദീപക്കും പറയുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം
അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.